സിംഹരാജാവ് ഒരു ദിവസം കാട്ടിലൂടെ നടക്കുമായിരുന്നു. അപ്പൊ അവിടെ ഒരു കുറുക്കൻ മറ്റൊരു കുറുക്കനുമായി അടിപിടി കൂടുമായിരുന്നു. ഈ കുറുക്കൻ ഇപ്പൊ മറ്റേ കുറുക്കനെ കൊന്നുകളി. ഏയ് ഇടവളെ! അയ്യോ എന്റെ ദൈവമേ, സിംഹരാജാവ് എത്തിയല്ലോ, വേഗം ഇവിടെ ഓടിപ്പോ. സിംഹരാജാവിനെ കണ്ടപ്പോ തന്നെ ആ കുറുക്കൻ അവിടുന്ന് ഓടിപ്പോയി. എന്റെ കാല്! വിഷമിക്കേണ്ട കുറുക്ക, മരുന്ന് വെച്ച് കെട്ടുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം. സിംഹരാജാവ് കുറുക്കന്റെ മുറിവ് പറ്റിയ ഭാഗത്ത് മരുന്ന് തേച്ചു കൊടുത്തു. ഞാൻ നിന്നോട് എത്ര പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധിക്കരുതെന്ന്. കണ്ടില്ലേ എത്രയധികം മുറിവുണ്ടെന്ന്. സിംഹരാജാവേ, ഞാൻ എന്റെ അനിയനെ അന്വേഷിച്ചു പോവായിരുന്നു. അപ്പൊ എവിടുന്നോ ഒരു കുറുക്കൻ എന്നെ ഓടി വന്ന് ആക്രമിച്ചു. ഞാനിപ്പോ കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്താകുമെന്നറിയോ? അതെനിക്കറിയാം. ഇനി ഇവിടെ നിന്നും എന്റെ അനുവാദമില്ലാതെ നീ എങ്ങോട്ടും പോകരുത്. ശരി സിംഹരാജാവേ. ഇത് പറഞ്ഞതിനു ശേഷം സിംഹരാജാവ് അവിടുന്ന് തിരിച്ചുപോയി. സിംഹരാജാവ് നടന്നു പോയ വഴിയിൽ ഒരു ഭാഗത്തായൊരു കരടി നിൽപ്പുണ്ടായിരുന്നു. മഹാരാജാവേ, ഞാൻ എന്റെ അതിർത്തി വിട്ട് അപ്പുറത്തേക്കൊന്ന് സഞ്ചരിച്ചോട്ടെ? പറ്റില്ല. ഈ സമയത്ത് നീ അങ്ങോട്ട് പോയാൽ അപകടമാണ്. എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂ മഹാരാജാവേ. എന്റെ വല്യച്ഛന്റെ മകന്റെ അവസ്ഥ വളരെ മോശമാണ്. അത് ശരി, ഞാൻ വേണമെങ്കിൽ നിന്നെ നിന്റെ വല്യച്ഛന്റെ അടുത്ത് കൊണ്ടുവിടാം. സിംഹരാജാവ് കരടിയെ വല്യച്ഛന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം തിരിച്ചുവന്ന് സിംഹരാജാവ് സിംഹാസനത്തിലിരുന്നു. ഞാൻ ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് നിങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അറിയോ മഹാരാജാവേ, അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? കുറച്ചു കാലമായി കാട്ടിനു പുറത്ത് വിചിത്രമായ മൃഗങ്ങൾ കറങ്ങി നടക്കുന്നുണ്ട്. അവ ഇവിടെയുള്ള പാവം മൃഗങ്ങളെ കൊന്നു തിന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരും എന്റെ സമ്മതമില്ലാതെ ഈ കാട് വിട്ടു പോകാൻ പാടുള്ളതല്ല. മഹാരാജാവ് പറയുന്നത് പോലെ ചെയ്യാം. സിംഹരാജാവ് ഒരുപാട് വർഷങ്ങളായി കാട്ടിലെ രാജാവായി വാഴുന്നു. അതുകൊണ്ട് തന്നെ സിംഹരാജാവിനെ അവിടെ എല്ലാവർക്കും നല്ല വിശ്വാസമായിരുന്നു. ഒരു ദിവസം രാജാവ് കരടിയോട് എന്താ പറഞ്ഞെന്നോ? കരടി, നമുക്ക് രണ്ടുപേർക്കും അടുത്തുള്ള കാട് വരെ ഒന്ന് പോയിട്ട് വരാം. പക്ഷേ അങ്ങല്ലേ എന്നോട് അങ്ങോട്ട് പോവരുതെന്ന് പറഞ്ഞത്? അതെ, ഞാനിപ്പോ നിന്റെ കൂടെ ഉണ്ടല്ലോ, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. സിംഹരാജാവും കരടിയും സംസാരിക്കുന്നത് മാറി നിന്ന് മാൻകുട്ടി കേൾക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ മാത്രം എന്താ മഹാരാജാവ് പുറത്ത് കൊണ്ടുപോവാത്ത? ഇപ്പൊ കരടിയുടെ കൂടെ പുറത്തേക്ക് പോകുന്നുണ്ടല്ലോ. സിംഹരാജാവ് കരടിയും കൂട്ടിക്കൊണ്ട് പോയി. അങ്ങനെ സന്ധ്യ കഴിഞ്ഞപ്പോ സിംഹരാജാവ് മാത്രം തനിച്ചു വന്നു. അപ്പൊ മാൻകുട്ടി സിംഹരാജാവിനോട് എന്താ ചോദിച്ചെന്നറിയോ? സിംഹരാജാവേ, എന്താ തനിച്ച് തിരിച്ചു വന്ന്? കരടി എവിടെ പോയി? പോയപ്പോ കരടി കൂടെ ഉണ്ടായിരുന്നല്ലോ. അവരിന്ന് അവന്റെ സ്വന്തക്കാരുടെ വീട്ടിലാ താമസിക്കുന്നത്. ഇത് കേട്ടപ്പോ മാൻകുട്ടിക്ക് വളരെയധികം സങ്കടം വന്നു. എന്നാലും ആർക്കും സിംഹരാജാവിനെ സംശയിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ സംശയം തീർക്കാതെ മാൻകുട്ടി അവിടെ നിന്ന് ഓടിപ്പോയി. പിറ്റേന്ന് സിംഹരാജാവ് മാൻകുട്ടിയോട് എന്താ പറഞ്ഞെന്നോ? മാൻകുട്ടി, ഞാൻ കരടിയെ തിരിച്ചു കൊണ്ടുവരാൻ കാടിന് പുറത്തേക്ക് പോവുകയാണ്. നിനക്ക് എന്റെ കൂടെ അങ്ങോട്ട് വരണമെന്നുണ്ടോ? അങ്ങയുടെ കൂടെയാ? ഞാനും ഉണ്ട് മഹാരാജാവേ, ഞാനും കൂടെ വന്നോട്ടെ. ഞാൻ കുറെ നാളായിട്ട് കാട്ടിന്ന് പുറത്തു പോയിട്ടില്ല. എന്താ പറയുന്നത്? എന്തൊരു ചോദ്യമാണിത്? ശരി, എന്നാ നീയും കൂടി വാ. ഇഷ്ടമാണെങ്കിൽ ആ ആട്ടിൻകുട്ടിയോടും വരാൻ പറഞ്ഞോളൂ. വേണ്ട മഹാരാജാവേ, എനിക്ക് പുറത്തേക്ക് പോകുന്ന കാര്യം ഓർക്കുമ്പോ തന്നെ പേടിയാ. സിംഹരാജാവ് പോയിട്ട് വരൂ. സിംഹരാജാവ് മാൻകുട്ടിയെയും വരയൻ കുതിരയെയും കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അന്നും സൂര്യൻ അസ്തമിച്ചു. ഇപ്രാവശ്യവും സിംഹരാജാവ് തനിയെ തിരിച്ചു വന്നു. ഈ സമയത്ത് ആട് മാൻകുട്ടിയോട് എന്താ പറഞ്ഞെന്നറിയോ? ജിമ്മി, നിന്റെ അനിയത്തി മഹാരാജാവിന്റെ കൂടെ പോയതല്ലേ, പക്ഷെ ഇപ്പൊ കൂടെ കാണുന്നില്ലല്ലോ. വാ, നമുക്ക് രാജാവിനോട് ചോദിക്കാം. അങ്ങനെ രണ്ടുപേരും കൂടെ സിംഹരാജാവിന്റെ അടുത്തേക്ക് പോയി. രാജാവേ, എന്റെ അനിയത്തി എങ്ങോട്ട് പോയി? അവളെ മഹാരാജാവല്ലേ കൂട്ടിക്കൊണ്ടുപോയത്? നീ എന്താ എന്നോട് ഈ പറയുന്നത് മാൻകുട്ടി? ഞങ്ങള് രണ്ടുപേരും ഒരുമിച്ചാണല്ലോ കാട്ടിൽ തിരിച്ചെത്തിയത്. പക്ഷെ അവര് രണ്ടുപേരും ഇതുവരെ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ല. ഒരുപക്ഷെ അവര് മറ്റേതെങ്കിലും ജോലിക്ക് വേണ്ടി പോയിരിക്കുന്നതാണെങ്കിലോ? അറിയില്ല, പക്ഷെ അവരെ കുറിച്ച് ഓർക്കുമ്പോ എനിക്കെന്തോ പേടിയാവുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട. അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടത് എന്റെ മാത്രം ഉത്തരവാദിത്വമാണ്. ഇപ്പോൾ നിങ്ങൾ വീട്ടിലോട്ട് ചെല്ല്. നമുക്ക് നാളെ നോക്കാം. ഇത് പറഞ്ഞിട്ട് സിംഹരാജാവ് ഗുഹയിലേക്ക് പോയി. രാത്രി നേരത്ത് സിംഹരാജാവ് ആടിനെ ഗുഹയിലേക്ക് വിളിപ്പിച്ചു. പറയൂ മഹാരാജാവേ, എന്തിനാ എന്നെ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്? നീ ചോദിച്ചിരുന്നില്ലേ അവര് രണ്ടുപേരും എന്താ തിരിച്ചു വരാത്തതെന്ന്? അതെ. അതെന്താന്നറിയോ? അവർക്ക് രണ്ടുപേർക്കും വലിയൊരു നിധി കിട്ടിയിട്ടുണ്ട്. നിധിയോ? അതെ, നീ എന്റെ കൂടെ വരുവാണെങ്കിൽ അതിലൊരു പങ്ക് ഞാൻ നിനക്കും തരാം. നീ എന്റെ കൂടെ വരുന്നോ? നിധിയുടെ കാര്യം കേട്ടതിനു ശേഷം സിംഹരാജാവിന്റെ പുറകെ ആടും പോയി. അങ്ങനെ എപ്പോഴത്തേതും പോലെ സിംഹരാജാവ് കാട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഇതേ സംഭവം ഒരുപാട് നാളായി തുടർന്നുകൊണ്ടേയിരുന്നു.
പിന്നെ മറ്റൊരു ദിവസം സിംഹരാജാവ് രണ്ട് മൃഗങ്ങളെയും കൂട്ടിക്കൊണ്ടു പോയി. അന്നും തിരികെ വന്നപ്പോ സിംഹരാജാവ് തനിച്ചായിരുന്നു. ഒരു ദിവസം രാവിലെ, ഇന്നലെ രാത്രി മുതല് എന്റെ ഭാര്യയെ കാണുന്നില്ല. അവൾ എങ്ങോട്ട് പോയെന്ന് അറിയില്ല. എന്താ നിന്റെ ഭാര്യയെ കാണുന്നില്ലെന്നോ? ഒരുപാട് നാളായിട്ട് എന്റെ ഭാര്യ എങ്ങോട്ട് പോയെന്ന് അറിയില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരുപാട് നാളായി നമ്മുടെ ഈ കാടിനുള്ളിൽ ഒരുപാട് മൃഗങ്ങളെ കാണാതെ പോകുന്നുണ്ട്. എന്താ ചെയ്യാ? പക്ഷേ ഇതുവരെ നമുക്ക് ആർക്കും അറിയില്ല അവരിപ്പോ എവിടെയാണ് ഉള്ളതെന്ന്. നമുക്ക് അവരെ കണ്ടുപിടിക്കണം. എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. ഇല്ലെങ്കിൽ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും ഇതുപോലെ കാണാതെ പോകും. നമ്മളിപ്പോ എന്താ ചെയ്യാ? നമുക്ക് ഇപ്പൊ തന്നെ ഈ കാര്യങ്ങൾ മഹാരാജാവിനെ അറിയിച്ചേ പറ്റൂ. കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും അടുത്ത ദിവസം മഹാരാജാവിനെ കാണാൻ പോയി. രാജാവേ, കഴിഞ്ഞ ഒരുപാട് നാളുകളായി കാട്ടിലെ കുറെ മൃഗങ്ങളെ കാണാതെയാവുന്നുണ്ട്. എന്താ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ? അങ്ങനെ നടക്കുന്നുണ്ട്. അത് സത്യമായ കാര്യമാണ്. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ കാട് വിട്ട് ആരും പുറത്തു പോകരുതെന്ന്. എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഓർമ്മയിരിക്കട്ടെ, എന്റെ അനുവാദമില്ലാതെ ആരും ഈ കാട് വിട്ട് പുറത്തു പോകരുത്. അവരുടെ സങ്കടം പറഞ്ഞതിനു ശേഷം എല്ലാ മൃഗങ്ങളും അവിടുന്ന് തിരിച്ചുപോയി. തിരിച്ചു പോകുന്ന വഴിയിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അതെ, കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും സിംഹരാജാവ് തന്നെയല്ലേ കൂട്ടിക്കൊണ്ടുപോയത്? പിന്നെന്താ ഒന്നും അറിയാത്തതുപോലെ പെരുമാറുന്നത്? എനിക്കറിയില്ല, പക്ഷെ നമ്മളിത് ഒരിക്കലും വെറുതെ വിടരുത്. അടുത്ത ദിവസം രാവിലെ സിംഹരാജാവ് വീണ്ടും രണ്ട് മൃഗങ്ങളെയും കൂട്ടി കാടിന്റെ പുറത്തേക്ക് പോയി. ആ സമയത്ത് കുറുക്കനും ആടും അവർ പോകുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു. നോക്കിയേ, സിംഹരാജാവ് രണ്ട് മൃഗങ്ങളെയും കൊണ്ട് പോകുന്നു. ശരി, വാ നമുക്ക് അവരുടെ പുറകെ പോകാം. എന്താ ഇവിടെ നടക്കുന്നതെന്ന് നമുക്കും അറിയാലോ. അങ്ങനെ കുറുക്കനും ആടും സിംഹരാജാവിന്റെ പുറകെ നടന്നുപോയി. അങ്ങനെ അവര് കുറെ ദൂരം നടന്നു. അങ്ങനെ ഒരുപാട് ദൂരത്തേക്ക് സിംഹരാജാവ് മൃഗങ്ങളെയും കൂട്ടിക്കൊണ്ട് പോയി. അവർ ആ സ്ഥലത്ത് ചെന്നപ്പോ ഒരുപാട് വലിയ കൂടാരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കൊള്ളാം സിംഹമേ, ഇന്ന് വലിയ മൃഗങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. അതേതായാലും നല്ല കാര്യമാണ്. സോൾജിയേഴ്സ്, ഈ രണ്ട് മൃഗങ്ങളെയും കൊണ്ടുപോയി കൂട്ടിലടയ്ക്ക്. മനസ്സിലായോ? ആ വേട്ടക്കാർ സിംഹത്തിന്റെ കൂടെ വന്ന ആ രണ്ട് മൃഗങ്ങളെയും പിടിച്ച് കൂട്ടിലടച്ചു. അപ്പോ ഇതിനു വേണ്ടിയായിരുന്നു സിംഹരാജാവ് അവരെ കൂട്ടിക്കൊണ്ടു പോയത്. ആയിരിക്കും. എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഇത് നമ്മൾ തീർച്ചയായും കണ്ടുപിടിക്കണം. അങ്ങനെ ഇവര് രണ്ടുപേരും കാട്ടിലേക്ക് തിരിച്ചു വന്ന് മറ്റെല്ലാ മൃഗങ്ങൾക്കും സത്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്ത്? നമ്മുടെ സിംഹരാജാവ് ഇവിടെയുള്ളവരൊക്കെ പിടിച്ച് വേട്ടക്കാർക്ക് കൊടുക്കുന്നെന്നോ? അതേ പുള്ളിപ്പലി, അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇതെങ്ങനെ സത്യമാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവനെ ശരിയാക്കണം. വേണ്ട, ഇന്ന് രാത്രി അവന്റെ പദ്ധതി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും പോയി നോക്കിയിട്ട് വരാം. അതാ നല്ലത്. നമ്മളെല്ലാവരും നമ്മുടെ ശക്തി ഉപയോഗിച്ച് നമ്മുടെ മൃഗങ്ങളെയൊക്കെ തിരിച്ചു കൊണ്ടുവരും. ശരി. അങ്ങനെ രാത്രിയായപ്പോ കുറുക്കനും പുലിയും ചേർന്ന് ആരും കാണാതെ പതുങ്ങി പതുങ്ങി വേട്ടക്കാരുള്ള സ്ഥലത്തേക്ക് പോയി. അങ്ങനെ രണ്ടുപേരും അവിടെ എത്തിയപ്പോ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. ഇത് നമ്മുടെ സിംഹരാജാവല്ലേ? അപ്പൊ ഇവിടെയുള്ളത് മഹാരാജാവാണെങ്കിൽ അപ്പൊ മറ്റവനാരാ? ഇവൻ നമ്മുടെ മൃഗങ്ങളെയൊക്കെ വേട്ടക്കാർക്ക് പിടിച്ചു കൊടുക്കുകയാണല്ലോ. ഒരുപക്ഷെ ഇനി രാജാവിനെ പോലെ ഇരിക്കുന്ന മറ്റൊരു സിംഹമായിരിക്കോ? ഒരേ പോലെ ഇരിക്കുന്നത് കൊണ്ട് കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാവാം. വാ, നമുക്ക് ഷേർ സിംഗിനെ കണ്ടുപിടിക്കാൻ നോക്കാം. അങ്ങനെ രണ്ടുപേരും സിംഹരാജാവിന്റെ അടുത്തേക്ക് പോയി. സിംഹരാജാവേ, അങ്ങെങ്ങനെയാ ഈ കൂട്ടിൽ അകപ്പെട്ടത്? എന്നെ പോലെയുള്ള മറ്റൊരുത്തിന് ഇവിടെയുണ്ട്. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. അവൻ എന്റെ സിംഹാസനത്തിൽ ഇരുന്ന് എല്ലാ മൃഗങ്ങളെയും പിടിച്ചുകൊണ്ടുവന്ന് ഇപ്പൊ എന്നെ കൂട്ടിലടച്ചിരിക്കുകയാണ്. എന്ത്? ഇവിടത്തെ വേട്ടക്കാർക്കായി നമ്മുടെ പോലുള്ള മൃഗങ്ങളെ കൊണ്ടുവന്ന് വിൽക്കുന്നു. ആ വേട്ടക്കാരെങ്ങാനും നിങ്ങളെ കണ്ടാൽ നിങ്ങളെയും പിടിച്ചു കൂട്ടിലടയ്ക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് പൊയ്ക്കോ. ആ സമയത്താണ് വേട്ടക്കാര് വരുന്നത് കണ്ടത്. അവരെ കണ്ടപ്പോ തന്നെ പുലിയും കുറുക്കനും അവിടുന്ന് പെട്ടെന്ന് കാട്ടിലേക്ക് ഓടിപ്പോയി. ആ സിംഹം നമ്മുടെ രാജാവിന്റെ രൂപത്തിൽ വന്ന് നമ്മളെ പറ്റിക്കാൻ നോക്കുകയാ. അതെ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഒട്ടും ശരിയല്ല. നമുക്ക് അവനെ എന്തായാലും ഒരു പാഠം പഠിപ്പിക്കണം. തൊട്ടടുത്ത ദിവസം പുലിയും കുറുക്കനും സിംഹരാജാവിനെ പോലെയുള്ള മറ്റൊരു സിംഹത്തിന്റെ അടുത്തേക്ക് പോയി. കള്ള രാജാവ് നീണാൽ വാഴട്ടെ. കള്ളരാജാവോ? ആരാ കള്ളരാജാവ്? ഞങ്ങൾ അങ്ങേക്കുറിച്ചാണ് പറയുന്നത് സിംഹരാജാവേ. ഞങ്ങളും ആ വേട്ടക്കാരുടെ സുഹൃത്തുക്കൾ തന്നെയാണ് കള്ളരാജാവേ. അങ്ങനെയാണോ? അതെ, അവര് ഞങ്ങളെ ഒരു രഹസ്യം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. രഹസ്യമോ? അതെ, അവരെന്താ പറഞ്ഞെന്ന് വെച്ചാ ഇന്ന് രാത്രി 12 മണിക്ക് ശരിക്കുള്ള സിംഹരാജാവിനെയും കൂട്ടി പട്ടണത്തിലേക്ക് പോകുവാണെന്ന്. അവരിവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അങ്ങേ ഇവിടുത്തെ രാജാവാക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങയെ വിളിപ്പിച്ചിരിക്കുന്നത്. അവരെന്നെ ഇവിടുത്തെ രാജാവാക്കാമെന്ന് നിങ്ങളോട് പറഞ്ഞു. ഇത് വളരെ നല്ല കാര്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി 12 മണിക്ക് രാജാവാകാൻ തയ്യാറായിക്കോ? ഞങ്ങളും അങ്ങയുടെ കൂടെ വരാം. അങ്ങനെ രാത്രി 12 മണിക്ക് കുറുക്കനും പുലിയും ചേർന്ന് സിംഹരാജാവുമൊത്ത് വേട്ടക്കാരുടെ അടുത്തേക്ക് പോയി.
ശരി, അപ്പൊ എല്ലാവരും ചേർന്ന് ശരിക്കുള്ള സിംഹരാജാവിനെ നന്നായി വണങ്ങിക്കോളും. അതിനുശേഷം നമുക്ക് വേട്ടക്കാരെ കാണാം. നീ പറഞ്ഞത് ശരിയാണ്. ശരിക്കുമുള്ള സിംഹരാജാവിനെ നമുക്കിനി ഏതെങ്കിലും സർക്കസ് കൂടാരത്തിൽ വെച്ച് കാണാം. അപ്പോഴേക്കും ഞാൻ ഇവിടുത്തെ രാജാവാവും. അങ്ങനെ 3 പേരും ചേർന്ന് സിംഹരാജാവിന്റെ അടുത്തേക്ക് എത്തി. സിംഹരാജാവേ, ഇന്ന് നിങ്ങളെ പട്ടണത്തിലേക്ക് കൊണ്ടുപോയി സർക്കസ് കമ്പനിക്ക് വിൽക്കാൻ പോകുന്നു. പിന്നെ നിന്റെ സ്ഥാനത്ത് എന്നെയാണ് രാജാവാക്കാൻ പോകുന്നത്. നിന്നെക്കാളും നന്നായിട്ട് രാജ്യം ഭരിക്കാൻ ഞങ്ങളുടെ രാജാവിന് തന്നെയാണ് സാധിക്കുന്നത്. അത് നിനക്കറിയാവോ? പോകും മുൻപ് നിനക്ക് അവസാനമായിട്ട് ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. ഞങ്ങളുടെ മഹാരാജാവ് നിന്റെ അവസാനത്തെ ആഗ്രഹം എന്തായാലും നടപ്പിലാക്കി തരും. ഞാൻ നിങ്ങളുടെ രാജാവിനെ കെട്ടിപ്പിടിച്ച് ആദരിക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. ഇതെന്തായാലും നല്ലൊരു കാര്യമാണ്. നീ എന്നാ പോയി ആ പൂട്ട് തുറന്നുവിട്. സിംഹരാജാവ് മഹാരാജാവിനെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുന്നു. ഉടൻ തന്നെ പുലി കൂട് തുറന്നു കൊടുത്തു. അങ്ങനെ കള്ളരാജാവ് ശരിക്കുമുള്ള സിംഹരാജാവിന്റെ അടുത്തേക്ക് പോയപ്പോ പുലി പുറകെ നിന്നൊരു തള്ളു വെച്ചു കൊടുത്ത് ആ കൂട്ടിലേക്ക് അതിനെ ആക്കി ആ കൂടടച്ച് പൂട്ടി. എന്തിനാണ് എന്നെ കൂട്ടിലാക്കിയത്? വേഗം തുറന്നുവിടൂ എന്നെ. നീ എന്താ വിചാരിച്ചേ? ഞങ്ങളെല്ലാവരും വേട്ടക്കാരുടെ കൂടെയുള്ളവരാണെന്നോ? ഇല്ല, ഞങ്ങൾ ശരിക്കുള്ള രാജാവിന്റെ കൂടെയുള്ളവരാണ്. ഞങ്ങളുടെ രാജാവിനെ നീ ദ്രോഹിച്ചപ്പോ ഞങ്ങൾ നിന്നെയും ദ്രോഹിച്ചു. അത്രേ ഉള്ളൂ കാര്യം. ഇപ്പൊ കാര്യങ്ങൾ സമമായി. ഇപ്പൊ സർക്കസിലെ എനിക്ക് പകരം നീ തന്നെ ചെന്നാ മതി. എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ ചതിയാ. അങ്ങനെ സിംഹരാജാവും പുലിയും കുറുക്കനും ചേർന്ന് എല്ലാ മൃഗങ്ങളെയും കൂട്ടിൽ നിന്നും തുറന്നുവിട്ട് കാട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയുണ്ടായി. എല്ലാ കാട്ടുമൃഗങ്ങളും കാണാതെ പോയ തങ്ങളുടെ കൂട്ടുകാരെ കണ്ട് ശരിക്കും സന്തോഷിച്ചു. ആ സമയത്ത് സിംഹരാജാവ് തന്നെ പോലിരിക്കുന്ന മറ്റൊരു സിംഹത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊടുത്തു. അങ്ങനെ രാജാവിനെ രക്ഷിച്ച പുലിയെയും കുറുക്കനെയും കാട്ടിലെ മന്ത്രിമാരായി നിയമിച്ചു. അങ്ങനെ എല്ലാവരും ആ കാട്ടിനുള്ളിൽ സന്തോഷമായിട്ട് ജീവിച്ചു. എല്ലാ മൃഗങ്ങളും ഇന്ന് എവിടേക്കെങ്കിലും നടക്കാൻ പോവാൻ പദ്ധതിയിട്ടിരുന്നു. സുഹൃത്തുക്കളെ, നമുക്കിന്ന് കറുത്ത കുന്നിൽ നടക്കാൻ പോകാം. അവിടെ അപകടം വല്ലതും ഉണ്ടാവോ? അപകടം ഉണ്ടോന്നോ? അവിടെയാണോ ഏറ്റവും കൂടുതൽ അപകടം ഉള്ളത്? അത് ശരിയാ, ഞാൻ അവിടെ കണ്ടതാ. അവിടെ ഒരുപാട് വലിയ വന്യമൃഗങ്ങൾ ഉള്ളതാ. അവര് നിഷ്കളങ്കരായ മൃഗങ്ങളെയൊക്കെ കൈ കിട്ടിയ കൊല്ലുമെന്ന കാര്യം ഉറപ്പാണ്. ഓ എന്റെ ദൈവമേ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ടേക്ക് നടക്കാൻ പോകുന്നില്ല. അതെ അതെ, ഞങ്ങളുടെ ജീവൻ പണയപ്പെടുത്തി ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പോവില്ല. ആ കാടിനേക്കാൾ നമ്മുടെ കാട് എത്ര മനോഹരമാണ്. ഇവിടെ എല്ലാവരും ഒത്തൊരുമയോടെയല്ലേ കഴിയുന്നത്. എല്ലാ മൃഗങ്ങളും അവരുടെ കാടിന്റെ ഐക്യത്തെക്കുറിച്ചും സാഹോദര്യത്തെക്കുറിച്ചും സംസാരിക്കുന്നു. അങ്ങനെ രാത്രിയായി കഴിഞ്ഞു. രാത്രിയിൽ ചമേലിയും മിനിയാടും അവരുടെ വീട്ടിലിരിക്കുമ്പോൾ ഒരു കരടി അവരുടെ അടുത്തേക്ക് വന്നു. ഞാൻ അകത്ത് വന്നോട്ടെ? ഹേ കരടി ചേട്ടാ, താങ്കൾ ഇവിടെ ഉണ്ടായിരുന്നോ? സുഖായിരിക്കുന്നോ? പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് എന്റെ വീട്ടിൽ ഒരു അതിഥി വന്നിട്ടുണ്ട്. കിടക്കാനാണെങ്കിൽ ഒട്ടും സൗകര്യമില്ല. അതുകൊണ്ടാ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. ആഹാ, അതിനെന്താ, ഇവിടെ കിടന്ന് ഉറങ്ങിക്കോളൂ. അങ്ങനെ ആ രാത്രി കരടി ചമ്പയുടെ വീട്ടിൽ കിടന്നുറങ്ങുന്നു. പക്ഷെ നേരം പുലർന്നുടനെ തന്നെ രണ്ടുപേരും ഏതോ ജീവികളുടെ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും പേടിച്ചോടി പോകുന്നതാണ് കണ്ടത്. ഓടിക്കോ, നിങ്ങൾക്ക് ജീവൻ തിരികെ വേണമെങ്കിൽ ഓടിക്കോ. ഇവരെല്ലാവരും ഇങ്ങനെ ഓടുന്നത് എന്തിനാ? കാര്യം എന്താ? മുയലെ നിൽക്ക്, എന്താണ് സംഭവിച്ചെന്ന് പറയ്. എടോ, ജീവൻ വേണമെങ്കിൽ ഓടാൻ നോക്ക്. കാട്ടില് 3 കണ്ണുള്ള ഒരു ഭീകര സിംഹം വന്നിട്ടുണ്ട്. 3 കണ്ണുള്ള സിംഹമോ? ചമേലി, ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ. എല്ലാവരോടൊപ്പം ചമേലിയും ഭർത്താവിനൊപ്പം ഓടാൻ തുടങ്ങുന്നു. അങ്ങനെ ഓടുന്നതിനിടയിൽ എല്ലാ ജീവജാലങ്ങളും ഒരു ഗുഹയുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. ഓ എന്റെ ദൈവമേ, 3 കണ്ണുകളുള്ള സിംഹം എത്ര അപകടകാരിയായിരിക്കും. പക്ഷെ സിംഹം എവിടുന്നാ ഇങ്ങോട്ട് വന്നത്? സത്യത്തിൽ ആരെങ്കിലും അവനെ കണ്ടിട്ടുണ്ടോ? അതോ നിങ്ങൾ വെറുതെ കഥ ഉണ്ടാക്കിയാണോ? ആ സമയത്ത് ആ 3 കണ്ണുള്ള സിംഹം അവരുടെ മുൻപിലേക്ക് വരുന്നു. എന്റെ ദൈവമേ, ഈ സിംഹം ഇങ്ങോട്ടാണല്ലോ വരുന്നത്. ഈ സിംഹം നമ്മളെ കൊന്നത് തന്നെ. സിംഹത്തെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും വിറയ്ക്കാൻ തുടങ്ങുന്നു. പക്ഷെ സിംഹം അവരെ ആരെയും ഒന്നും ചെയ്യാതെ നിശബ്ദമായ ഗുഹയിലേക്ക് പോകുന്നു. നമ്മളെ ഒന്നും ചെയ്യാതെ അകത്തേക്ക് പോയി. നമ്മളെ കൊന്നില്ല. അതെന്താണെന്നോ? അവന്റെ വയറിപ്പോൾ നിറഞ്ഞിരിക്കണം. അവന് വിശന്നാൽ ഉടൻ അവൻ ആരെങ്കിലും കൊല്ലും. സിംഹം പുറത്തേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് എവിടേക്കെങ്കിലും ഓടിപ്പോകാം. അങ്ങനെ എല്ലാവരും കാട്ടിലെ മറ്റൊരു സ്ഥലത്തേക്ക് ഓടിപ്പോകുന്നു. സുഹൃത്തുക്കളെ, ഈ ഭീകര സിംഹം നമ്മുടെ കാട്ടിൽ എത്തിപ്പെട്ടത് കൊണ്ട് നമ്മുടെ ജീവൻ പോകുന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. എനിക്ക് തോന്നുന്നത് ആ സിംഹം ഒരു പാവമാണെന്നാ. അവൻ അത്രയ്ക്ക് ക്രൂരനാണെങ്കിൽ വന്ന സമയത്ത് തന്നെ നമ്മളെയൊക്കെ ആക്രമിക്കേണ്ടതല്ലേ? പക്ഷെ അതങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. സിംഹം നല്ലവനാണോ ചീത്തയാണോ എന്ന് കാലം തെളിയിക്കും. ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ ഒളിച്ചിരിക്കണമെന്നാ. ആ സിംഹത്തിന്റെ കയ്യിലെങ്ങാനും ചെന്ന് പെട്ട നമ്മുടെ കഥ കഴിയുന്ന കാര്യം ഉറപ്പാ. അങ്ങനെ ഭയം കാരണം എല്ലാവരും അവരവരുടെ വീടുകളിൽ ഒളിച്ചിരിക്കുന്നു. 2 ദിവസമായിട്ടും ആരും പുറത്തേക്ക് ഇറങ്ങിയതേയില്ല. സിംഹം പോലും അതുവരെ ഗുഹയിൽ നിന്നും പുറത്തേക്ക് വന്നില്ല. 2 ദിവസത്തിനു ശേഷം എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. സുഹൃത്തുക്കളെ, 2 ദിവസം കഴിഞ്ഞില്ലേ? ഇപ്പോഴും ആ സിംഹം പുറത്തു വന്നിട്ടില്ലല്ലോ. അതെങ്ങാനും മരിച്ചുപോയിട്ടുണ്ടാവൂ. അപ്പോഴാണ് 3
കണ്ണുള്ള സിംഹം അവിടേക്ക് വന്നത്. അത് കണ്ട് എല്ലാ ജീവജാലങ്ങളും ഭയപ്പെടുന്നു. പക്ഷെ സിംഹം നിശബ്ദമായി അവിടുന്ന് പോകുന്നു. എനിക്ക് ഇപ്പോൾ ഉറപ്പായി, ഈ സിംഹം ആരെയും ഉപദ്രവിക്കില്ല. നമ്മളെ ആരെയും അത് ഒന്നും ചെയ്യില്ല. അതെനിക്ക് മനസ്സിലായി. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല. സിംഹത്തിന്റെ മൂന്നാം കണ്ണ് എന്തുകൊണ്ട് അടഞ്ഞിരിക്കുന്നത്? ധൈര്യമുണ്ടെങ്കിൽ അവനോട് പോയി ചോദിക്ക്. അങ്ങനെ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും ബോധ്യമായി സിംഹം നല്ലവനാണെന്നും ആരെയും ഉപദ്രവിക്കില്ല എന്നും. അങ്ങനെ എല്ലാവർക്കും മൂന്ന് കണ്ണുള്ള സിംഹത്തോടുള്ള ഭയം നീങ്ങുന്നു. ഇതിനെ കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് വളരെ നല്ല സിംഹമാണ്. അങ്ങനെ പിന്നീട് ഒരുപാട് ദിവസങ്ങൾ കടന്നു പോകുന്നു. സിംഹം ദിവസവും കാട്ടിൽ പോയി നിശബ്ദനായി തിരിച്ചു വരുമായിരുന്നു. അവൻ ആരെയും ഉപദ്രവിച്ചതേയില്ല. അങ്ങനെ എല്ലാ മൃഗങ്ങളും അവന്റെ മുൻപിൽ ഒരു ഭയവുമില്ലാതെ നടക്കാൻ തുടങ്ങി. ഒരു വൈകുന്നേരം എല്ലാ ജീവികളും ഇരിക്കുമ്പോൾ സിംഹം ഗുഹയിൽ നിന്നും പുറത്തേക്ക് വന്നു. ദേ നോക്ക്, സിംഹം തന്റെ മൂന്നാം കണ്ണ് തുറന്നിരിക്കുന്നു. എന്താണ് സിംഹം ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? മൂന്നാം കണ്ണോടെ എല്ലാവരെയും കണ്ടപ്പോൾ സിംഹം ആദ്യമായി സംസാരിച്ചു. ഇത്രയും ഇരകൾ എനിക്ക് ഒന്നിച്ചു കിട്ടി. ഇനി നിങ്ങളെയൊക്കെ എനിക്ക് സുഖമായി ഭക്ഷിക്കാവുന്നതാണ്. ഇത് കേട്ട സമയം എല്ലാവരും ഞെട്ടിപ്പോയി. പിന്നീട് സിംഹം എല്ലാവരെയും ആക്രമിക്കുന്നു. എല്ലാവരും അവരുടെ ജീവൻ രക്ഷിക്കാനായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. പെട്ടെന്ന് മോനുവിനെ പിടിച്ച് സിംഹം ഗുഹയിലേക്ക് കൊണ്ടുപോയി. എന്നെ രക്ഷിക്കൂ ചമേലി, ഇവനിപ്പോ എന്നെ കൊന്നു തിന്നുകളയും. എന്നെ രക്ഷിക്കണേ. അങ്ങനെ സിംഹം ആടിനെ ഗുഹയ്ക്കകത്തേക്ക് കൊണ്ടുപോയി. ആരെങ്കിലും എന്റെ ഭർത്താവിനെ രക്ഷിക്കൂ, ആ സിംഹം എന്റെ ഭർത്താവിനെ കൊല്ലൂ. എല്ലാവർക്കും സിംഹത്തെ പേടിയായതുകൊണ്ട് ആരും രക്ഷിക്കാൻ പോയതേയില്ല. അങ്ങനെ സിംഹം ആടിനെ കൊന്നു തിന്നുന്നു. ഇനി ദിവസവും ഓരോന്നിനെയായിട്ട് ഞാൻ കൊന്നു തിന്നും. എല്ലാവർക്കും സിംഹത്തെ പേടിയായതുകൊണ്ട് തന്നെ അവരെല്ലാവരും മറ്റൊരിടത്തേക്ക് ഓടിപ്പോകാൻ തുടങ്ങി. ആ സിംഹം ശരിക്കും ഒരു ചതിയൻ തന്നെയാണല്ലേ. നമ്മൾ അവനെ പാവമാണെന്നാ കരുതിയത്. പക്ഷെ അവൻ ശരിക്കും അപകടകാരിയാ. മോലുവിനെ ഒരു ദയവും ഇല്ലാതെയല്ലേ അവൻ എടുത്തുകൊണ്ട് പോയത്. ഇപ്പോൾ സിംഹം അവനെ കൊന്നു കഴിച്ചിട്ടുണ്ടാവും. എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല. എന്താ? അവന്റെ മൂന്നാം കണ്ണ് അടഞ്ഞിരുന്നിടത്തോളം കാലം ഒരു മാനിനെ പോലെ നടക്കുകയായിരുന്നു. പക്ഷെ ഇന്നവന്റെ മൂന്നാം കണ്ണ് തുറന്നപ്പോ അവനൊരു കാട്ടാളനായി മാറി. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? അതിന്റെ അർത്ഥം അവൻ മൂന്നാം കണ്ണ് തുറക്കുമ്പോൾ അപകടകാരിയായി മാറുന്നു. അപ്പൊ നമ്മൾ ഇനി ശ്രദ്ധിച്ചേ പറ്റൂ. അവന്റെ മൂന്നാം കണ്ണ് തുറന്നു നിൽക്കുന്നിടത്തോളം നമുക്ക് അവന്റെ അടുത്ത് പോവാനേ സാധിക്കില്ല. അങ്ങനെ കുറച്ചു ദിവസങ്ങൾ മറ്റു മൃഗങ്ങൾ ആരും തന്നെ സിംഹത്തിന്റെ അടുത്തേക്ക് പോയില്ല. സിംഹത്തിന് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. കാട്ടിലെ ജന്തുക്കൾക്കൊക്കെ ഇതിന്റെ രഹസ്യം അറിഞ്ഞെന്നാ തോന്നുന്നത്. എന്റെ മൂന്നാം കണ്ണാണ് എന്റെ ശക്തി എന്ന കാര്യം അവരറിഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ വേട്ടയാടണമെങ്കിൽ എനിക്ക് പുതിയൊരു വിദ്യ കണ്ടുപിടിച്ചേ പറ്റൂ. അങ്ങനെ ഒരു ദിവസം സിംഹം എളുപ്പത്തിൽ വേട്ടയാടാൻ വേണ്ടി തന്റെ മൂന്നാം കണ്ണ് അടച്ചുകൊണ്ട് കാട്ടിലേക്ക് വരുന്നു. നോക്ക്, സിംഹം വന്നിരിക്കുന്നു. പക്ഷെ അവന്റെ മൂന്നാമത്തെ കണ്ണ് അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അവൻ നമ്മളെ ആരെയും കൊല്ലില്ല. ഇവനൊരു ചതിയനാണ്. എനിക്കറിയാം, ഈ സമയത്ത് അവൻ ഒന്നും ചെയ്യില്ല. ഞാൻ അവന്റെ അടുത്തേക്ക് പോയി വേണമെങ്കിൽ നിന്നെ കാണിക്കാം. അവനെ വിശ്വസിക്കല്ലേ മാൻകുട്ടി, അവന്റെ അടുത്ത് ചെല്ലല്ലേ. മാൻ ആരെയും ശ്രദ്ധിക്കാതെ സിംഹത്തിന്റെ അടുത്തേക്ക് പോകുന്നു. സുഖായിരിക്കുന്നോ സിംഹമേ? എല്ലാം നന്നായിരിക്കുന്നോ? സുഖം തന്നെ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിന്റെ മൂന്നാമത്തെ കണ്ണ് അടഞ്ഞിരിക്കുന്നത് കണ്ട് എനിക്ക് ഒരു കാര്യം അറിയാം, നീ എന്നെ കൊല്ലില്ല എന്ന്. പക്ഷെ ഏത് സമയത്ത് വേണമെങ്കിലും എന്റെ മൂന്നാം കണ്ണ് എനിക്ക് തുറക്കാൻ സാധിക്കും. നിനക്ക് അക്കാര്യം അറിയാവോ? ആ സമയത്ത് സിംഹം മൂന്നാമത്തെ കണ്ണു തുറന്ന് മാനിനെ കൊല്ലുന്നു. സിംഹം ചതിയിലൂടെ മൂന്നാം കണ്ണു തുറന്ന് മറ്റു മൃഗങ്ങളെ കൊല്ലാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ പതുക്കെ കാട്ടിലെ മൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞു വന്നു. അങ്ങനെയിരിക്കെ ഒരു വൈകുന്നേരം എല്ലാവരും കൂടി ഒത്തുകൂടി. സുഹൃത്തുക്കളെ, ഈ സിംഹം നമുക്ക് ആകെ ഒരു പ്രശ്നമാണ്. നമ്മുടെ കൂട്ടുകാരെയെല്ലാം അവൻ ഓരോരുത്തരെയായി കൊന്നൊടുക്കുകയാണ്. നമ്മൾ ഇനി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതെ, അവനെ നമ്മളിപ്പോ കൊന്നില്ലെങ്കിൽ അവൻ നമ്മളെ തീർച്ചയായും കൊല്ലും. പക്ഷെ സിംഹം വളരെ ശക്തനാണ്. നമുക്ക് അവനെ അല്പം പോലും ഉപദ്രവിക്കാൻ കഴിയില്ല. ആ സിംഹത്തെ ഒഴിവാക്കാനായി ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണ് ആ വഴിയെന്ന് വേഗം പറയൂ. അവൻ മൂന്നാം കണ്ണ് തുറക്കുന്ന സമയത്ത് നമ്മൾ ആ കണ്ണ് കുത്തി പൊട്ടിക്കും. ഞാൻ എന്തെങ്കിലും സഹായം ചെയ്യണോ? എടാ എലി, നീ ആരാണെന്നറിഞ്ഞ് സംസാരിക്കേ. അവൻ സിംഹമാ, അല്ലാതെ എലിയല്ല. അങ്ങനെ ചെന്നായ എലി അപമാനിച്ചപ്പോൾ എലി കോപത്തോടെ അവിടുന്ന് പോകുന്നു. ലുമിഡി, നിന്റെ പ്ലാൻ നല്ലതാണ്. പക്ഷേ ആ സിംഹത്തിന്റെ കണ്ണിന്റെ മുന്നിൽ പോയി നിന്നിട്ട് അവനോട് പോരാടാൻ ഇവിടെ ആർക്കാ ധൈര്യമുള്ളത്? അതിനെക്കുറിച്ചൊന്നും നീ ആലോചിക്കണ്ട. ഞാനില്ലേ, നാളെ രാവിലെ നിങ്ങളൊക്കെ അവനെ കാണാൻ ചെല്ലണം. അവൻ എപ്പോഴാണോ കണ്ണ് തുറക്കുന്നത് ആ സമയത്ത് ഞാൻ അവന്റെ കണ്ണ് കുത്തി പറിക്കുന്നതാണ്. ഇത് കേട്ട് എല്ലാവരും സന്തോഷിച്ചു. അടുത്ത ദിവസം എല്ലാ ജീവജാലങ്ങളും സിംഹത്തിന്റെ ഗുഹയിലേക്ക് പോയി. മറുവശത്ത് പരുന്ത് അവിടേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് വേട്ടക്കാരുടെ വലയിൽ കുടുങ്ങി. എന്റെ ദൈവമേ, ഞാൻ ഇനി എന്ത് ചെയ്യും? എല്ലാവരും എന്നെ വിശ്വസിച്ചാണുള്ളത്.
ഇപ്പൊ ഞാൻ അവിടെ എത്തിയില്ലെങ്കിൽ ആ സിംഹം അവരെല്ലാം കൊന്നു തിന്നും. ഹേയ് സിംഹമേ, നീ പുറത്തേക്ക് വരൂ. ധൈര്യമുണ്ടെങ്കിൽ നിന്റെ മൂന്നാമത്തെ കണ്ണ് നീ തുറക്കൂ. ആടിന്റെ ശബ്ദം കേട്ട് സിംഹം ഗുഹയ്ക്ക് പുറത്തേക്ക് വരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാ പെട്ടെന്ന് എന്നെ കാണാനുള്ള ധൈര്യം ഉണ്ടായത്? നീ അധികം ഒന്നും പറയണ്ട, നിന്റെ മൂന്നാം കണ്ണൊന്ന് തുറന്നേ. ആ സമയം എല്ലാ മൃഗങ്ങളും പരുന്തിനെ വിശ്വസിക്കുകയും സിംഹവുമായി തർക്കിക്കുകയും ചെയ്യുന്നു. പക്ഷെ പരുന്ത് വേട്ടക്കാരുടെ വലയിലാണെന്ന് അവർ അറിഞ്ഞില്ല. നിനക്ക് നിന്റെ ജീവനെ വിലയില്ലെന്നാണ് തോന്നുന്നത്. ഞാൻ എന്തായാലും കണ്ണു തുറന്നേക്കാം. മൂന്നാം കണ്ണ് തുറന്ന് സിംഹം അവരുടെ അടുത്തേക്ക് നടന്നു നീങ്ങുന്നു. പരുന്തേ, വേഗം വരൂ. എന്റെ ദൈവമേ, ആ പരുന്ത് ഇതുവരെ വന്നില്ലല്ലോ. ഈ സിംഹം നമ്മളെ കൊല്ലുമെന്നാ തോന്നുന്നേ. പരുന്ത് വരാതിരുന്നപ്പോൾ എല്ലാ ജീവികളും ഭയപ്പെട്ടു. എടാ പരുന്തേ, ഇല്ലെങ്കിൽ വേഗം വാ. അല്ലെങ്കിൽ ഈ സിംഹം ഞങ്ങളെ കൊന്നുകളയും. ഈ സമയത്ത് മിന്നൽ വേഗത്തിൽ പരുന്ത് പറന്നു വന്ന് സിംഹത്തെ ആക്രമിച്ച് സിംഹത്തിന്റെ മൂന്നാം കണ്ണ് കൊത്തിപ്പറിച്ചെടുക്കുന്നു. നീ നിന്റെ ജീവിതത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ ഈ കാട് വിടൂ. അല്ലെങ്കിൽ പരുന്ത് നിന്റെ മറ്റേ കണ്ണ് പുറത്തെടുക്കുകയും നിന്നെ അന്ധനാക്കുകയും ചെയ്യും. അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോളാമേ. അന്ധനാകുമെന്ന ഭയത്താൽ സിംഹം ഉടൻ തന്നെ ആ കാട്ടിൽ നിന്നും പോയി. എടാ പരുന്തേ, നീ കൃത്യസമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം ഞങ്ങളെല്ലാം കൊന്നുകളഞ്ഞേനെ. ഇതിന് നിങ്ങൾ ആദ്യം എലിയോടാണ് നന്ദി പറയേണ്ടത്. ഇവൻ കൃത്യസമയത്ത് വന്ന് വേട്ടക്കാരുടെ വല പൊട്ടിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് കൃത്യസമയത്ത് എത്താൻ പറ്റില്ലായിരുന്നു. അങ്ങനെ പരുന്ത് എല്ലാവരോടും വലയിൽ കുടുങ്ങി എലി വല വന്ന് മുറിച്ച കഥ പറഞ്ഞു. അങ്ങനെ എല്ലാവരും അത് കേട്ടു. എനിക്ക് മാപ്പ് തരണം എലി. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ഓർമ്മിക്കണം. ഒരു ചെറിയ ഉറുമ്പ് പോലും ആനയുടെ തുമ്പിക്കഴിയിൽ കേറിക്കഴിഞ്ഞാ പിന്നെ ആനയുടെ ജീവൻ പോലും പോവാൻ സാധ്യതയുണ്ട്. നീ പറഞ്ഞത് ശരിയാണ് സുഹൃത്തെ, എനിക്ക് മാപ്പ് തരണം. അങ്ങനെ എലി ചെന്നായോട് ക്ഷമിച്ചു. എലിയും പരുന്തും കാരണം കാട്ടിൽ വലിയൊരു അപകടം ഒഴിവായി. അതിനാൽ എല്ലാവരും എലിക്കും പരുന്തിനും നന്ദി പറഞ്ഞു. അങ്ങനെ പഴയതുപോലെ സന്തോഷത്തോടെ എല്ലാവരും ജീവിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.